നമസ്കാരം. കായ്ക്കൽപ്പയെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ വീണ്ടും വന്നതിൻ്റെ പേരിലാണ് ഈ വീഡിയോ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും എല്ലാവരും കായ്ക്കൽപ്പയെ ചേർത്ത് വയ്ക്കുന്ന അമരത്വം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഒരു ഭാരതീയ ചിന്ത പ്രകാരം അമരത്വം എന്ന് പറയുന്ന ഒരു ശാപം പോലെയാണ്. പ്രത്യേകിച്ച് കൃഷ്ണൻ അശ്വത്ഥമാവനെ ശപിക്കുന്ന ഭാഗമുണ്ട്, നിനക്ക് മരണമില്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മുക്തിയെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചവരാണ്. നമ്മുടെ ദേഹത്തിൽ നിന്ന് ദേഹിയെ എങ്ങനെ വളരെ അനായാസേന വിഘടിപ്പിക്കണമെന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചവരാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു മന്ത്രം ഉണ്ടായിരിക്കും, മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്ന മന്ത്രം. അതായത് ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികമിവ ബന്ധനാത് മൃത്യോർ മുക്ഷ്യ മാമൃതാത് എന്ന് പറയുന്ന മന്ത്രം. അതിൽ തന്നെ പറയുന്ന ഒരു പ്രധാന ഭാഗമാണ്, അതായത് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ പൂർണ്ണ ഫലവത്തായി മാറിയ ഒരു മത്തൻ എങ്ങനെ അതിൻ്റെ തണ്ടിൽ നിന്ന് അതിനെ സ്വയം വേർപ്പെടുത്തുന്നുവോ, എത്ര ഈസി ആയിട്ട് അത് വേർപെട്ടു വരുന്നുവോ, അത്ര ഈസിയായി എനിക്ക് എൻ്റെ ദേഹത്തിനെ നിന്ന് ദേഹിയെ മോചിപ്പിക്കാൻ കഴിയണേ എന്നുള്ളത്. അപ്പോൾ അത് വരുന്ന സാഹചര്യം എന്താണ്? നമുക്ക് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് നമ്മളെപ്പോ നമ്മുടെ ശരീരത്തിനെ അത്രയും അനായാസേന മുക്തമാക്കുന്നു, ജീവനെ അത്രയും അനായാസേന മുക്തമാക്കുന്നുവോ, ആ അവസ്ഥയിലേക്ക് എത്തുന്നുവോ, ആ അവസ്ഥയിൽ അതിനെ എനിക്ക് മുക്തമാക്കാൻ കഴിയണേ എന്നുള്ളതാണ്. അപ്പോ ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, നവനാഥ സിദ്ധകള് ഭോഗരോട് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഭാഗം. നമ്മൾ മുന്നും നമ്മുടെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഭോഗരോട് നവനാഥ സിദ്ധർ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് അയാളുടെ കർമ്മങ്ങളെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു തീർക്കാൻ, അഥവാ ഇവിടെ ഈ ജീവിത അർത്ഥത്തെ പൂർണ്ണമാക്കാൻ സഹായകമായ അത്രയും കാലം അദ്ദേഹത്തിന്റെ ആയുസ് നീട്ടിയെടുക്കാനും അത്രയും കാലം അതിനുതകുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ ശരീര മനസ്സുകളെ രൂപപ്പെടുത്താനും സഹായിക്കുന്ന പ്രാക്ടീസാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള തന്ത്രയാണ് കായകൽപ്പം. ഈ കായകൽപ്പയിൽ തന്നെ വീണ്ടും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, ശുചീകരണം, അത് കഴിഞ്ഞിട്ട് കായകൽപ്പ യോഗ എന്ന് പറയുന്ന ഭാഗം, അത് കഴിഞ്ഞിട്ട് രസായന ചികിത്സകൾ, അതുപോലെ തന്നെ നവപാഷാണ ചികിത്സകൾ, സാത്വിക ഭക്ഷണ രീതി, ഇതെല്ലാം അടങ്ങുന്ന ഒരു ഭാഗമാണ് കായകൽപ്പം. അതേപോലെ പലപ്പോഴും വന്നിട്ടുള്ളൊരു സംശയമാണ്, അല്ലെങ്കിൽ പലരും ചോദിച്ചൊരു കാര്യമാണ്, ഇത് ഒരു ഹ്രസ്വകാല ട്രീറ്റ്മെൻറ്റ് പോലെ ആയിട്ടാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കലും അതല്ല. കായകൽപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജീവിതചര്യയാണ്, ജീവിത ശൈലിയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുന്ന, പ്രത്യേകിച്ച് കായകൽപ്പ യോഗ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കായകൽപ്പയെ കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ ലളിതമായിട്ടുള്ള പ്രാക്ടീസസ്, എന്നാൽ വളരെ ശക്തമായിട്ട് നമ്മളുടെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രാക്ടീസസ്, അതിൻ്റെ ഒരു ഭാഗമാണ് കായകൽപ്പ യോഗ. ഇനി കായകൽപ്പ യോഗ പലപ്പോഴും ആളുകളുടെ ധാരണ വളരെ രഹസ്യമാക്കി വെച്ചിട്ടുള്ള പ്രാക്ടീസാണ്. ഒരിക്കലും അതുമല്ല. കായകൽപ്പ യോഗ തന്നെ പിന്തുടരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും വിഭാഗങ്ങളുമെല്ലാം നമ്മളുടെ ഇടയിലുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് സ്കൈ യോഗ, അല്ലെങ്കിൽ വാഴുക വൻകുടൽ കമ്മ്യൂണിറ്റി എന്നറിയപ്പെട്ടിട്ടുള്ള വേദാദ്രി മഹർഷി സ്ഥാപിച്ചിട്ടുള്ള, ഇന്നിപ്പോൾ നമ്മുടെ പൊള്ളാച്ചിയിൽ ഒരു ആശ്രമമുണ്ട്,
അദ്ദേഹം തിരുവണ്ണാമലക്കാരനായിരുന്നു. അപ്പം അവിടെ നിന്ന് തൊട്ടിട്ടുള്ള ഒരുപാട് പേര്, അതിൽ പ്രസിദ്ധമായിട്ടുള്ള പേരാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇതിനെ ട്രഡീഷണലായിട്ടും ഇനി കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ നമുക്കുണ്ട്. കാരണം ഒരുപാട് റിസർച്ച് പിന്നീട് നടന്നിട്ടുള്ള ഒരു വിഷയം കൂടിയിട്ടാണ് കായകൽപ്പ. ഇതിന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ശരീര മനസ്സുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റം വളരെ വലുതാണ്. വെറുതെ ഒരു ഏജ് റിവൈസിങ് എന്നുള്ളൊരു ഐഡിയോളജിയിൽ മാത്രം കായകൽപ്പയെ കാണരുത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗം അവിടെ ഉണ്ട്. നമുക്ക് ഇതിലെന്താണ് പ്രത്യേകിച്ച് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞാൽ, പലർക്കും ഇതിനെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പലർക്കും എന്താണ് അനുഭവിക്കാനായിട്ട് പലർക്കും പറ്റിയിട്ടില്ല, പലരും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനെക്കുറിച്ചിട്ട് അനുഭവിക്കാതെ ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കുന്നത് വളരെ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സംഭവ്യമല്ലാത്തൊരു കാര്യമാണ്. കാരണം ഇതിൽ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂവിനെ അത്ര അടുത്തറിയാൻ തുടങ്ങും. ഞാൻ ആക്ച്വലി ഒരു 5 വയസ്സ് മുതൽ യോഗ ആരംഭിച്ച് ഒരുപാട് ആശ്രമങ്ങളിൽ, ഇൻക്ലൂഡിങ് ശിവാനന്ദ ആശ്രമത്തിൽ നിന്നാണ് ഞാൻ TTS ട്രെയിനിങ് മാസ്റ്റർ ഓഫ് യോഗ കഴിഞ്ഞത്. അതിനുശേഷം നമ്മളുടെ ഇന്ന് കേൾക്കുന്ന ഒരുവിധം സിസ്റ്റങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ കായകൽപ്പ എന്ന് പറയുന്ന ഒരു ഭാഗത്തെത്തിയപ്പോൾ ആദ്യം വളരെ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഹഠയോഗയിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന നേരത്ത് ഞാൻ ആക്ച്വലി എൻ്റെ കുറച്ച് ഫോട്ടോസ് വേണ്ടി ഷെയർ ചെയ്യാം. അത്രയും നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതിലെ ഇത്രയും ലളിതമായിട്ടുള്ള പ്രാക്ടീസസ് ചെയ്തു നമുക്ക് പറയുകയാണെങ്കിൽ ഇതെന്താണ് എന്ന് പോലും തോന്നിപ്പോകുന്ന പ്രാക്ടീസ് ആയിരുന്നു. പക്ഷെ അന്ന് പോലും ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മളുണ്ടാക്കുന്ന ചേഞ്ച് അത് ഈവൻ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇത് കൂടുതലായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഒരുപാട്, അതായത് ഇതിൻ്റെ ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ ഒരുപാട് ഫോറിൻ റിസർച്ചസ് നടക്കുന്നുണ്ട് എന്ന് എൻ്റെ പല ഗുരുക്കന്മാരും പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഒരു വിഷയം പഠിക്കണം എന്ന് തന്നെ തീരുമാനിച്ച് ഞാൻ എൻ്റെ പാതയിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ എനിക്ക് നല്ല ഗുരുക്കന്മാരെ കിട്ടി. ആ എല്ലാ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാതെ പുറത്ത് നിന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു നമ്മൾ ഇതുവരെ കണ്ട അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്തു വരുന്ന ഒരു യോഗ സിസ്റ്റങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമാണ്. അതായത് നമ്മൾ ഈ ചെയ്യുന്ന നമ്മൾ നോർമലി നമ്മൾ പലപ്പോഴും കാണുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഹഠയോഗിയും അല്ലെങ്കിൽ രാജയോഗിയും അങ്ങനെയുള്ള യോഗ മാർഗങ്ങളാണ്. അതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് ഉള്ള ഒരു യോഗ മാർഗങ്ങളാണ് ശരിക്കും ഈവൻ കുണ്ടലിനി യോഗ പോലും. ആ കുണ്ടലിനി യോഗയുടെ ഭാഗമായിട്ട് വരുന്ന യോഗ സിസ്റ്റമാണ് ശരിക്കും പറയുകയാണെങ്കിൽ കായകൽപ്പ യോഗ. അതൊരു താന്ത്രിക് യോഗ പ്രാക്ടീസാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് അതിന് നമുക്ക് എന്താ പറയുക, നമ്മളുടെ മറ്റുള്ള കാര്യങ്ങൾ വെച്ച് അതിനെ അളക്കാതെ, ഞാൻ പറയുന്നത് നമ്മളുടെ കായകൽപ്പ യോഗ ട്രൈ ചെയ്യാനല്ല, മറിച്ച് അത് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കായകൽപ്പ യോഗ പരിശീലിക്കാൻ നോക്കുക. അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ ശരിക്കും അനുഭവിച്ചറിയുക. തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിൽ അത്ഭുതപ്പെടുക ചെയ്യും. കാരണം അത്തരം മാറ്റങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ അതിനെങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതായത് ഒരുപാട് നമുക്ക് വേണ്ട ഊർജവും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളിലും നമ്മുടെ മസ്തിഷ്കത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശരിക്കും നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. അത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രാക്ടീസാണ് കായകൽപ്പ. അതുകൊണ്ട് തന്നെ അതിനെ പരമാവധി അനുഭവിച്ചറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നോക്കുന്നതായിരിക്കും ഒരു ആരോഗ്യകരമായിട്ടുള്ള സംഭാഷണത്തിലേക്ക് നയിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വെറുതെ തർക്കിക്കാമെന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ശ്രമിക്കുക. നമ്മുടെ വേദാദ്രി മഹർഷി തന്നെ പറയുന്ന പോലെ, വാഴുക മനമ